9th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി 6th ചാപ്റ്റർ നോൺ മെറ്റൽസിലെ 4ാമത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓസോണിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഹൈഡ്രജൻ, ഓക്സിജൻ അതൊക്കെ ഒറ്റ പേപ്പറിൽ ഷോർട്ടായിട്ട് പഠിച്ചു. അതുപോലെ തന്നെ ഓസോൺ നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. വളരെ ചെറിയൊരു പോർഷനാണ് ഓസോൺ. അപ്പോൾ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഓക്സിജൻ ഈസ് എ ഡയറ്റോമിക് മോളിക്യൂൾ. ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആണ്. അതായത് 2 ഓക്സിജൻ ആറ്റം ചേർന്ന ഒരു മോളിക്യൂൾ ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്, O2. എന്നാൽ ഓസോൺ എന്ന് പറയുന്നത് ട്രയാറ്റോമിക് മോളിക്യൂൾ ആണ്. ട്രയാറ്റോമിക് മോളിക്യൂൾ കണ്ടെയ്നിങ് 3 ഓക്സിജൻ ആറ്റം. O3 എന്ന് പറയുന്നതാണ് ഓസോൺ. അപ്പോൾ ഈ ഓസോണിന്റെ ഫോർമേഷനും ഓസോൺ ലെയർ എവിടെ കാണപ്പെടുന്നതെന്നും ഓസോൺ ലെയർ ഡിപ്ലീഷനും ഇത്രയുമാണ് നമുക്ക് ഈ പോർഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഓസോൺ ഈസ് ഫൗണ്ട് ഇൻ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയിലാണ് ഓസോൺ കാണപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലെ ഒരു ലെയർ ആണ്. അറ്റ്മോസ്ഫിയറിലെ ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്ങിന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. ദ അറ്റ്മോസ്ഫിയർ ഓഫ് ദി എർത്ത് ഹാസ് 5 ലെയേഴ്സ്. 5 ലെയേഴ്സ് ആണുള്ളത്. നോക്കിയേ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, ദെൻ എക്സോസ്ഫിയർ. നോക്കിയേ, ഇങ്ങനെ നോക്കിയാൽ കുറച്ച് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഇത് എർത്താന്ന് വിചാരിക്കാം. എർത്ത്, ഈ എർത്തിനും നമ്മുടെ സണ്ണിനും സൂര്യനും ഇടയ്ക്ക് കുറച്ച് ലെയേഴ്സ് ഉണ്ട് അല്ലെ? അറ്റ്മോസ്ഫിയറിൽ ലെയേഴ്സ് ഉണ്ട്. അതാണ് നിങ്ങൾ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം. എർത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ലെയറാണ് ട്രോപ്പോസ്ഫിയർ. ദെൻ സ്ട്രാറ്റോസ്ഫിയർ, അത് കഴിഞ്ഞിട്ട് മീസോസ്ഫിയർ, ദെൻ തെർമോസ്ഫിയർ, ദെൻ എക്സോസ്ഫിയർ. ഈ രണ്ടാമത്തെ ലെയറായ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ കാണപ്പെടുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഓസോൺ ലെയർ കാണപ്പെടുന്നത് ഈ സ്ട്രാറ്റോസ്ഫിയർ ആണ്. കണ്ടോ, ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മുതൽ ഇതുവരെയാണ് സ്ട്രാറ്റോസ്ഫിയർ കാണപ്പെടുന്നത്. ഈ സ്ട്രാറ്റോസ്ഫിയറിലെ ഒരു ലെയർ ആണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഓസോൺ ഫോർമേഷൻ നോക്കാം. ഓസോൺ ഫോർമേഷന് 2 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ മോളിക്യൂൾ കാണപ്പെടുന്നത് 2 ഓക്സിജൻ ആറ്റം ചേർന്നാണ്. അതാണ് ഈ കാണിച്ചിരിക്കുന്ന ഓക്സിജൻ. ഈ ഓക്സിജൻ മോളിക്യൂള് സണ്ണിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് റേസുമായിട്ട് റിയാക്ട് ചെയ്ത് ഈ ഓക്സിജൻ സ്പ്ലിറ്റ് ആയി 2 ഓക്സിജൻ ആറ്റമായിട്ട് മാറും. ഓക്സിജൻ മോളിക്യൂള് O2 ആയിട്ടാണ് ഇരിക്കുന്നത്. O2 മോളിക്യൂള് അത് അൾട്രാവയലറ്റ് റേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് സ്പ്ലിറ്റ് ആയിട്ട് 2 ഓക്സിജൻ ആറ്റമായിട്ട് മാറുന്നു. അതാണ് O+O എന്ന് എഴുതിയേക്കുന്നത്. ഇതില് രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത്, ഇതിൽ ഒരു ഓക്സിജൻ ആറ്റം അറ്റ്മോസ്ഫിയറിലെ അടുത്ത ഒരു ഓക്സിജൻ മോളിക്യൂളുമായിട്ട് O2 മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്ത് O3 മോളിക്യൂളായിട്ട് മാറും. ഒരു ഓക്സിജൻ ആറ്റവും വേറൊരു O2 മോളിക്യൂളും, 2 ഓക്സിജൻ ആറ്റം ചേർന്ന ഒരു O2 മോളിക്യൂളുമായിട്ട് ചേർന്ന് O3 മോളിക്യൂളായിട്ട് മാറും, ഓസോൺ. ദെൻ അടുത്ത ഓക്സിജൻ ആറ്റം വേറൊരു ഓക്സിജൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്ത് പിന്നെയും ഒരു ഓസോൺ ആയിട്ട് മാറും, O3. ഇങ്ങനെയാണ് ഓസോൺ ഫോർമേഷൻ നടക്കുന്നത്. അതിന് ഓസോണൈസേഷൻ പ്രോസസ് എന്നാണ് പറയുന്നത്. നോക്കി, റിയാക്ഷൻ ഇക്വേഷൻ എഴുതുമ്പോൾ 3O2 gives 2O3. 3 ഓക്സിജൻ മോളിക്യൂള് O2 മോളിക്യൂള് ചേർന്ന് 2 ഓസോൺ മോളിക്യൂള് ഉണ്ടാകും ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഈ പറഞ്ഞതിനെയാണ് ഇവിടെ വിശദമായിട്ട് കൊടുത്തിരിക്കുന്നത്. അറ്റ്മോസ്ഫറിക് ഓക്സിജൻ ഈസ് ഡീകമ്പോസ്ഡ് ബൈ അബ്സോർബിംഗ് അൾട്രാവയലറ്റ് റേസ് ഹാവിംഗ് ഹൈ എനർജി. അപ്പോൾ ഹൈ എനർജി അൾട്രാവയലറ്റ് റേസുമായിട്ട് അറ്റ്മോസ്ഫറിക് ഓക്സിജൻ അബ്സോർബ് ചെയ്യും. അറ്റ്മോസ്ഫറിക് ഓക്സിജൻ അൾട്രാവയലറ്റ് റേസിനെ അബ്സോർബ് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് 2 ഓക്സിജൻ ആറ്റമായിട്ട് മാറും. ദ ഓക്സിജൻ ആറ്റംസ് ഫോംഡ് കമ്പൈൻ വിത്ത് ഓക്സിജൻ മോളിക്യൂൾ ടു ഫോം ഓസോൺ മോളിക്യൂൾ. അങ്ങനെ ഡീകമ്പോസ് ചെയ്ത് ഓക്സിജൻ ആറ്റമായിട്ട് 2 ഓക്സിജൻ ആറ്റമായിട്ട് മാറും. അതിലുള്ള ഓക്സിജൻ വേറൊരു ഓക്സിജൻ മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓസോൺ മോളിക്യൂൾസ് ആയിട്ട് മാറും. ഓക്സിജൻ മോളിക്യൂള് അൾട്രാവയലറ്റ് റേസ് അബ്സോർബ് ചെയ്ത് O3 ആയിട്ട് മാറുന്നു. അതിന്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഓസോൺ ഈസ് അഗെയിൻ ചേഞ്ച്ഡ് ടു ഓക്സിജൻ ബൈ അബ്സോർബിംഗ് അൾട്രാവയലറ്റ് റേസ് ഹാവിംഗ് ലെസ് എനർജി. അപ്പോൾ ഈ അൾട്രാവയലറ്റ് റേസിന്റെ എനർജി കുറഞ്ഞ അൾട്രാവയലറ്റ് റേസ് അബ്സോർബ് ചെയ്യുമ്പോൾ ഈ ഓസോൺ മോളിക്യൂള് തിരിച്ച് പിന്നെയും ഓക്സിജൻ ആയിട്ട് ചേഞ്ച് ചെയ്യും. ആസ് എ റിസൾട്ട് ഓഫ് ദി സൈക്ലിക് പ്രോസസ് ദ എമൗണ്ട് ഓഫ് ഓസോൺ ഇൻ ദ അറ്റ്മോസ്ഫിയർ റിമൈൻസ് കോൺസ്റ്റന്റ്. ഈ സൈക്ലിക് പ്രോസസ് കൊണ്ട് അന്തരീക്ഷത്തിലുള്ള അറ്റ്മോസ്ഫിയറിലുള്ള ഓസോണിന്റെ അളവ് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ സാധിക്കും. The energy for these processes is obtained from the ultraviolet rays coming from the sun.
നോക്കിയാൽ ഇതാണ് അതിന്റെ സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. O3 മോളിക്യൂൾസ് ഓക്സിജൻ O2 മോളിക്യൂൾസ് അൾട്രാവയലറ്റ് റേസ് അബ്സോർബ് ചെയ്ത് O3 ആയിട്ട് മാറും, ഓസോൺ ആയിട്ട് മാറും. അപ്പോൾ ലെസ് എമൗണ്ട് ഓഫ് അൾട്രാവയലറ്റ് റേസ് ഇത് അബ്സോർബ് ചെയ്യുമ്പോൾ അത് പിന്നെയും തിരിച്ച് ഓക്സിജൻ മോളിക്യൂൾ ആയിട്ട് മാറും. അങ്ങനെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനൊരു സൈക്ലിക് പ്രോസസ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ഓസോണിന്റെയും ഓക്സിജന്റെയും അളവ് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഓസോൺ ലെയർ ആയിട്ട് ഫോം ചെയ്ത് അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് പോലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള റേസിൽ നിന്ന് നമ്മുടെ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ സാധിക്കും. അപ്പോൾ ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ഇങ്ങനെ നിൽക്കുന്ന ഓസോൺ ലെയറിന് എങ്ങനെയാണ് ഡിപ്ലീഷൻ സംഭവിക്കുന്നത് നോക്കാം. ക്ലോറോ ഫ്ലൂറോ കാർബൺസ് കോസ് ദ ഡിപ്ലീഷൻ ഓഫ് ദി ഓസോൺ ലെയർ. അപ്പോൾ ഈ ഓസോൺ ലെയറിന്റെ ഡിപ്ലീഷന് കാരണമായിട്ടുള്ളത് ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. CFC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. അതെന്താ നോക്കാം. Chlorofluorocarbons or CFC is a type of compounds that contain atoms such as chlorine, fluorine and carbon. ഇപ്പോൾ ക്ലോറിനും ഫ്ലൂറിനും കാർബണും അടങ്ങിയ ഒരു കോമ്പൗണ്ട് ആണ് CFC എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഉണ്ടല്ലോ ക്ലോറിൻ, ഫ്ലൂറിൻ, കാർബൺ. CFC എന്ന് പറയുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ പേരിൽ തന്നെ ഉണ്ട്. They can be easily liquefied by applying pressure. നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ പെട്ടെന്ന് അതിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റും. When the liquefied CFCs evaporate, they produce extreme cold. Therefore, they are used in refrigerators. അപ്പോൾ നമ്മുടെ റെഫ്രിജറേറ്റേഴ്സിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്ന കോമ്പൗണ്ട്. കാരണം ഈ ലിക്വിഫൈഡ് CFC ഇവോപ്പറേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് പ്രൊഡ്യൂസ് എക്സ്ട്രീം കോൾഡ്, അത് തണുപ്പ് തരുന്നത് കൊണ്ട് നമ്മൾ റെഫ്രിജറേറ്റേഴ്സിലും AC-യിലും സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. When these equipments left useless, they cause CFC emission. CFC causes the depletion of ozone layer. അപ്പൊ നമ്മളിത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഈ ഉപകരണങ്ങളിൽ നിന്ന് CFC എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ക്ലോറോ ഫ്ലൂറോ കാർബൺ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഓസോൺ ലെയറിന്റെ ഡിപ്ലീഷന് കാരണമാകുന്നത്. അപ്പോൾ CFC അറ്റ്മോസ്ഫിയറിലെത്തും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫോർ ദി അവയർനെസ് ഓഫ് ദി കൺസർവേഷൻ ഓഫ് ഓസോൺ ലെയർ, September 16 ഈസ് ഒബ്സർവ്ഡ് ആസ് ഇന്റർനാഷണൽ ഓസോൺ ഡേ. അപ്പോൾ ഇന്റർനാഷണൽ ഓസോൺ ഡേ ആയിട്ട്, ഓസോൺ ദിവസമായിട്ട് September 16 ആചരിച്ചു പോരുന്നത്. അപ്പൊ ഈ ഓസോൺ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഓസോണിനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് എങ്ങനെയാണ് ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയറിന് കാരണമാകുന്നത് നോക്കാം. ക്ലോറോ ഫ്ലൂറോ കാർബൺസ് റിലീസ്ഡ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ റീച്ച് ദ സ്ട്രാറ്റോസ്ഫിയർ ആൻഡ് അണ്ടർഗോ സെൽഫ് ഡികമ്പോസിഷൻ. അപ്പൊ നമ്മൾ കണ്ടു ഈ എക്യുപ്മെന്റ്സിൽ നിന്ന്, റെഫ്രിജറേറ്ററിലും AC-യിലും ഒക്കെ നമ്മൾ CFC സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ എക്യുപ്മെന്റ്സ് യൂസ്ലെസ് ആകുന്ന സമയത്ത് ഇതിൽ നിന്ന് CFC എമിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് അറ്റ്മോസ്ഫിയറിൽ എത്തും. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺസ് അറ്റ്മോസ്ഫിയറിൽ വെച്ച് സ്വന്തമായിട്ട് ഡീകമ്പോസ് ചെയ്യും. സെൽഫ് ഡീകമ്പോസിഷൻ നടന്ന് അതിൽ നിന്ന് ക്ലോറിൻ റിലീസ് ചെയ്യും. ദിസ് ക്ലോറിൻ ഡീകമ്പോസസ് ദ ഓസോൺ മോളിക്യൂൾ ഇൻടു ഓക്സിജൻ. അപ്പോൾ ഈ ക്ലോറിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓസോൺ മോളിക്യൂൾ ഉണ്ടല്ലോ, ഓസോൺ മോളിക്യൂളിനെ ഓക്സിജനായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും, ഓക്സിജനായിട്ട് കൺവേർട്ട് ചെയ്യും. ദിസ് ഡിസ്റ്റർബ് ദ ഓസോൺ ഓക്സിജൻ സൈക്ലിക് ഇക്വിലിബ്രിയം ലീഡിംഗ് ടു റിഡക്ഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് ഓസോൺ ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ ഇത് ഓക്സിജൻ ഓസോൺ സൈക്ലിക് പ്രോസസ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു അൾട്രാ വയലറ്റ് റേസ് അബ്സോർബ് ചെയ്ത് ഓക്സിജൻ മോളിക്യൂള് O3 ആയിട്ട് മാറും. ദെൻ O3 മോളിക്യൂള് പിന്നെയും ഓക്സിജൻ ആയിട്ട് മാറും. അതുകൊണ്ട് ആ ഓസോണിന്റെ ലെവല് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കും. ഈ സൈക്ലിക് പ്രോസസ്സിനെ ഇത് ഡിസ്റ്റർബ് ചെയ്യും. ഈ ക്ലോറിൻ മോളിക്യൂൾ ഡിസ്റ്റർബ് ചെയ്യും. ഓസോൺ മോളിക്യൂളിനെ എല്ലാം തന്നെ അത് ഓക്സിജൻ ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അവിടെ ഒരു ഡിപ്ലീഷൻ സംഭവിക്കും. ഓസോണിന്റെ അവിടെ ഒരു ഹോള് രൂപപ്പെടും. അതാണ് ഓസോൺ ഹോൾ എന്ന് നമ്മൾ പറയുന്നത്. ഓസോൺ ഡിപ്ലീഷൻ ഇൻ അറ്റ്മോസ്ഫിയർ ഡിക്രീസസ് ദ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് അൾട്രാവയലറ്റ് റേഡിയേഷൻ. അൾട്രാവയലറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നതിന്റെ റേറ്റ് ഇത് കുറയ്ക്കും. ഓസോൺ ഡിപ്ലീഷൻ, ഈ O3 മോളിക്യൂള് അത് അബ്സോർബ് ചെയ്താണ് O2 ആയിട്ടും O2 മോളിക്യൂള് അബ്സോർബ് ചെയ്ത് O3 ആയിട്ട് മാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെ റേറ്റ് ഈ ഓസോൺ ഡിപ്ലീഷൻ കാരണം കുറയും. അപ്പോൾ ഈ ഓസോൺ ലെയർ ഡിപ്ലീഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ഓസോൺ ലെയറിന് ഇങ്ങനെ ഇരിക്കുന്ന ഓസോൺ ലെയറിന്റെ ഇവിടെ ഇങ്ങനെ ഡിപ്ലീഷൻ നടക്കുന്ന സമയത്ത് ഓസോൺ അങ്ങ് പോകത്തില്ലേ, ഓസോൺ ഡിപ്ലീഷൻ നടക്കും. അപ്പോൾ ഈ സണ്ണിൽ നിന്നുള്ള അൾട്രാവയലറ്റ് റേസ് ഡയറക്റ്റ് ആയിട്ട് എർത്തിലോട്ട് വരുന്നതിന് കാരണമാകും. ഡേഞ്ചറസ് ആയിട്ടുള്ള റേസ് എർത്തിലേക്ക് വരുന്നത്, അത് എർത്തിലേക്ക് വരാതെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ ആണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്.
What will be the consequences on environment if excess amount of ultraviolet radiation reaches the earth? Prepare notes. അപ്പോൾ ഈ ഓസോൺ ലെയർ ഡിപ്ലീഷൻ നടന്നാൽ, അതായത് ഓസോൺ ലെയർ ഇല്ലെങ്കിൽ അൾട്രാവയലറ്റ് റേസ് എർത്തിലോട്ട് വരുമല്ലോ. അപ്പോൾ അതിന്റെ കോൺസിക്വൻസ് എന്താണ്? ധാരാളമായിട്ട് റേഡിയേഷൻ, അൾട്രാവയലറ്റ് റേഡിയേഷൻ ഭൂമിയിലേക്ക് വന്നാൽ അതിന്റെ കോൺസിക്വൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും നോക്കാം. കണ്ട, സാധാരണ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് അൾട്രാവയലറ്റ് റേസ്. അൾട്രാവയലറ്റ് റേസ് കൊണ്ട് നമുക്കുണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്? ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകും. ദെൻ ഡിസ്ട്രക്ഷൻ ഇൻ ഫുഡ് ചെയിനിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാകും. ക്രോപ്പ് ഫെയിലിയർ, വിള നശിക്കും. സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സിന്റെ വളർച്ച മുരടിച്ചു പോകും. പ്രിമച്വർ ഏജിങ്, അകാല വാർദ്ധക്യം സംഭവിക്കും. ദെൻ ബ്ലൈൻഡ്നെസ് ഉണ്ടാകും. കണ്ണിനൊക്കെ കേടാണ് ഈ അൾട്രാവയലറ്റ് റേസ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിനൊന്നും നല്ലതല്ല. ദെൻ സ്കിൻ ക്യാൻസർ, സ്കിന്നിൽ അത് പതിക്കുന്നത് കൊണ്ട് സ്കിൻ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള കോൺസിക്വൻസ് ആണ് അൾട്രാവയലറ്റ് റേസ് എർത്തിൽ പതിച്ചാൽ ഉണ്ടാകുന്നത്. നമ്മുടെ ഭൂമിയിലോട്ട് അൾട്രാവയലറ്റ് റേസ് പതിച്ചാൽ ഉണ്ടാകുന്നത്. ഇതിനെ തടഞ്ഞു നിർത്തുന്ന ഒരു കവചം പോലെയാണ് ഓസോൺ ലെയർ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഓസോണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഓസോൺ ലെയറിനെ നമുക്ക് ഡിപ്ലീഷൻ വരാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ CFCയുടെ ഉപയോഗം കുറയ്ക്കുക. മിക്ക രാജ്യങ്ങളിലും അതിന്റെ യൂസ് കുറച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുന്നതൊക്കെ ഒഴിവാക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നൗഡേയ്സ് യൂസ് ഓഫ് CFCs ഈസ് റെഗുലേറ്റഡ് ഇൻ മെനി കൺട്രീസ്. ധാരാളം രാജ്യങ്ങളിൽ CFCയുടെ ഉപയോഗം കൺട്രോൾഡ് ആണ്. അതർ കോമ്പൗണ്ട്സ് ആർ ബീയിങ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഹാർംഫുൾ CFC. ഈ CFCക്ക് പകരം ക്ലോറോഫ്ലൂറോ കാർബൺസിന് പകരം വേറെ കോമ്പൗണ്ട്സ് അവർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ദിസ് കോൺട്രിബ്യൂട്ട്സ് ടു എ ഡിക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ഈ ഓസോൺ ലെയർ ഡിപ്ലീഷന്റെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇത്രയുമാണ് ഓസോണിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഷോർട്ടായിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഓസോണിനെ കുറിച്ച് നമ്മൾ ഇന്ന് പഠിച്ചത് ഇത്രയും കാര്യങ്ങളാണ്. ഓസോൺ എന്ന് പറഞ്ഞാൽ ട്രയറ്റോമിക് മോളിക്യൂൾ ആണ്. നമുക്കറിയാം ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഡയറ്റോമിക് ആണ്. 2 ഓക്സിജൻ ആറ്റം ചേർന്ന് O2, അത് ഓക്സിജൻ മോളിക്യൂൾ. ദെൻ 3 ഓക്സിജൻ ആറ്റം ചേരുമ്പോഴാണ് ഇതെങ്ങനെ 3 1 2 3 കണ്ടോ, 3 ഓക്സിജൻ ആറ്റം ചേർന്ന് ട്രയറ്റോമിക് മോളിക്യൂൾ ആണ് O3 എന്ന് പറയുന്നത്. അതാണ് ഓസോൺ. ദെൻ ഓസോൺ ഫൗണ്ട് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ ലെയർ. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ, അറ്റ്മോസ്ഫിയറിൽ നമ്മൾ 5 ലെയേഴ്സ് പഠിച്ചു. ആ 5 ലെയേഴ്സിൽ സ്ട്രാറ്റോസ്ഫിയർ എന്ന ലെയറിലാണ് ഓസോൺ ലെയർ കാണപ്പെടുന്നത്. ദെൻ അതിന്റെ ഫോർമേഷൻ ആണ് പഠിച്ചത്. ഫോർമേഷൻ നമുക്കറിയാം 2 സ്റ്റെപ്പിലൂടെയാണ് ഇതിന്റെ ഫോർമേഷൻ നടക്കുന്നത്. ഓക്സിജൻ മോളിക്യൂള്, അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ മോളിക്യൂള് സണ്ണിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് റേസുമായിട്ട് റിയാക്ട് ചെയ്ത് അൾട്രാവയലറ്റ് റേസ് അബ്സോർബ് ചെയ്ത് അത് സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജൻ ആയിട്ട് മാറും. ഡീകമ്പോസിഷൻ നടന്ന് 2 ഓക്സിജൻ ആറ്റമായിട്ട് മാറും. അതിൽ ഒരു ഓക്സിജൻ ആറ്റം അന്തരീക്ഷത്തിലെ അറ്റ്മോസ്ഫിയറിലെ വേറൊരു ഓക്സിജൻ മോളിക്യൂളുമായിട്ട്, 2 ആറ്റം ചേർന്ന് ഒരു ഓക്സിജൻ മോളിക്യൂൾ, നമ്മൾ സാധാരണ പറയുന്ന ഓക്സിജൻ O2മായിട്ട് ചേർന്ന് 3 ഓക്സിജൻ, കണ്ടോ ഈ ഓക്സിജനും ഈ 2 ഓക്സിജനും ചേർന്ന O2, അതായത് 1 2 3 3 ഓക്സിജൻ ആറ്റം ചേർന്ന് O3 മോളിക്യൂൾ ഉണ്ടാവും. അടുത്ത ഓക്സിജൻ ആറ്റവും അതുപോലെ തന്നെയാണ് വേറൊരു അറ്റ്മോസ്ഫിയറിലെ വേറൊരു ഓക്സിജൻ മോളിക്യൂളുമായി ചേർന്ന് ഒരു ഓസോൺ മോളിക്യൂൾ ഉണ്ടാവും O3. അതിന് ഓസോണൈസേഷൻ പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്. 3O2 gives 2O3 in presence of sunlight. നമുക്കറിയാം സണ്ണിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് റേസ് പോലെയുള്ള മാരകമായ റേഡിയേഷൻസിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഓസോൺ ലെയർ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ അൾട്രാവയലറ്റ് റേസ് നമ്മുടെ ഭൂമിയിലോട്ട് വരുവാണെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് ആണ് ഈ പറയുന്ന കോൺസിക്വൻസ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, എന്നാലും ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകും. ദെൻ ഡിസ്ട്രക്ഷൻ ഇൻ ഫുഡ് ചെയിനിൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാകും. ദെൻ ക്രോപ്പ് ഫെയിലിയർ, വിളകൾ നശിക്കും. ദെൻ സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സിന്റെ വളർച്ച മുരടിച്ചു പോകും. പ്രീമച്വർ ഏജിങ്, ദെൻ ബ്ലൈൻഡ്നെസ്, സ്കിൻ ക്യാൻസർ. ഇതുപോലെയുള്ള കാര്യങ്ങൾ അൾട്രാവയലറ്റ് റേസ് ഭൂമിയിൽ നേരിട്ട് പതിച്ചാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് ആണ്. അൾട്രാവയലറ്റ് റേസ് ഭൂമിയിൽ നേരിട്ട് എത്തുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഓസോൺ ലെയർ നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൽ ഉള്ളത്. ഈ ഓസോൺ ലെയർ ഡിപ്ലീഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, CFC എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. ഇതെങ്ങനെയായിരുന്നു ഓസോൺ ലെയർ ഡിപ്ലീഷൻ നടന്നത്?
ക്ലോറോ ഫ്ലൂറോ കാർബൺ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത് നമ്മൾ കണ്ടു. നമ്മുടെ റെഫ്രിജറേറ്ററുകളിലും എ സികളിലും ഒക്കെ ഈ CFC കോമ്പൗണ്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് യൂസ്ഫുൾ അല്ലാതിരിക്കുമ്പോൾ, യൂസ്ലെസ് ആകുന്ന സമയത്ത് അതിൽ നിന്ന് ഈ CFC എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് അറ്റ്മോസ്ഫിയറിലെത്തും. ഈ അറ്റ്മോസ്ഫിയറിലെത്തുന്ന CFC സെൽഫ് ഡീകമ്പോസിഷൻ നടന്ന് ക്ലോറിൻ റിലീസ് ചെയ്യും. ഈ ക്ലോറിൻ എന്താ ചെയ്യുന്നത്? ഓസോണിനെ ഓക്സിജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ദിസ് പ്രോസസ് ഡിസ്റ്റർബ് ഓസോൺ ഓക്സിജൻ സൈക്ലിക് ഇക്വിലിബ്രിയം. ഓസോൺ അൾട്രാവയലറ്റ് റേസിന്റെ പ്രസൻസിൽ ഓക്സിജൻ ആയിട്ട് മാറുന്നു. ദെൻ അതുപോലെ തന്നെ ഓക്സിജൻ അൾട്രാവയലറ്റ് റേസിന്റെ പ്രസൻസിൽ ഓസോൺ ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ് നടന്നതുകൊണ്ടാണ് ഈ ഓസോൺ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കോൺസ്റ്റന്റ് ലെവലിൽ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ചെയ്യുന്നതാണ് ഈ ക്ലോറിൻ, CFCയിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറിൻ, ലീഡിംഗ് ടു റിഡക്ഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് ഓസോൺ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അങ്ങനെ അറ്റ്മോസ്ഫിയറിലുള്ള ഓസോണിന്റെ അളവ് കുറയ്ക്കും. ദിസ് ഡിക്രീസസ് ദ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് UV റേഡിയേഷൻ. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് റേഡിയേഷനെ ഈ ഓസോൺ അബ്സോർബ് ചെയ്യുന്നത് കുറയാൻ വേണ്ടിയിട്ട് ഇത് കാരണമാകും. അങ്ങനെ കുറയുന്ന സമയത്താണ് ഓസോൺ ഡിപ്ലീഷൻ നടക്കുന്നത്. ദെൻ അത് എർത്തിലോട്ട് ഡയറക്റ്റ് അൾട്രാവയലറ്റ് റേസ് വരുന്നത്. അപ്പൊ ഇത്രയാണ് ഓസോണിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള നോൺ മെറ്റൽ നൈട്രജൻ ആണ്. നൈട്രജനും ക്ലോറിനും കൂടിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്